തോന്നുന്നത് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ്. ഒരിടത്ത് പശുവിൻ്റെ പേരിൽ വർഗീയത പടർത്തിക്കൊണ്ട് ജാതിയുടെ പേരിൽ വർഗീയത പടർത്തുമ്പോൾ ശബരിമല വിഷയം എടുത്തിട്ടുകൊണ്ട് പ്രളയ സമയത്ത് പുറകിലേക്ക് പോയ BJPക്ക് വീണ്ടും അവരുടെ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ളൊരു ആയുധം കൊടുക്കുകയാണ് ചെയ്തത്. കാരണം വർഗീയതയുടെ പേരിലൊരു പ്രശ്നം കേരളത്തിൽ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ സവർണനും അവർണനും രണ്ടാണെന്നും നവോത്ഥാനം ഉണ്ടാക്കിയത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും തെളിയിച്ചുകൊണ്ട് അവിടെയും ജാതിയുടെ പേരിൽ ജനങ്ങളെ തെറ്റിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമ്പോൾ പശുവിൻ്റെ പേരിൽ വർഗീയത വളർത്തുവാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇത്രയും നാൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ട് മാത്രമാണ് സ്വതന്ത്രമായി ഏത് ജാതിയിലും വിശ്വസിക്കാനുള്ള അവകാശം കിട്ടിയതെന്നാണ് ഞാനും ഈ യുവാക്കളും വിശ്വസിക്കുന്നത്. കോൺഗ്രസിൻ്റെ അനിവാര്യത ഈ ഭാരതത്തിന് അത്യാവശ്യമാണ്. കോൺഗ്രസ് നേടിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് പുൽവാമ അറ്റാക്ക് വന്നപ്പോഴും കയറി അടിക്കുവാൻ സാധിച്ചത്. BJPയുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ജവഹർലാൽ നെഹ്റു അടങ്ങുന്ന ശക്തരായ നേതാക്കൾ കൊണ്ടുകൊടുത്തത് കൊണ്ട് മാത്രമാണ്. അവർ വേടിവെച്ച ആയുധങ്ങൾ മാത്രം വെച്ചാണ് ആക്രമിച്ചത്. എന്നിട്ട് എന്തിനാണ് ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഇതെടുത്ത് മുതലാക്കുന്നത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് ഈ പ്രാവശ്യം കേരളത്തിൽ ജയിക്കേണ്ടത് ഭാരതീയ ജനങ്ങളുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് BJPയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. കോൺഗ്രസിൻ്റെ നിരവധി അനവധി നേതാക്കളാണ് BJPയിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് നിരവധി അനവധി നേതാക്കന്മാർ, MPയും MLAമാരും അടക്കമുള്ളവർ നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി വരെ ഇപ്പം ഒരു പ്രോ BJP ആയി മാറിയിരിക്കുകയാണ്. അത് ഏറ്റവും താഴെത്തടയിൽ പ്രവർത്തകരുടെ ഒരു ഒഴുക്കിനുണ്ട്. അപ്പോൾ ഇവർ എന്തർത്ഥത്തിലാണ് നിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങളെ നേതാക്കളോട് ചോദിക്കേണ്ടതാണ്. നേതാക്കന്മാർ മറുകണ്ഠം ചാടില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കാൻ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ BJPയും തമ്മിലുള്ള ആ ഒരു ചർച്ചയിലേക്ക് വരാം. BJPയിൽ നിന്ന് തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയതല്ല, ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. 100% അവർക്കറിയാം ഈ ഭരണം മാറും, കേന്ദ്രത്തിൽ നിന്ന് സുസ്ഥിരമായ ഒരു ഗവൺമെൻറ് വരും, അത് രാഹുൽജിയുടെ നേതൃത്വത്തിൽ തന്നെ വരുമെന്ന് 100% ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ തട്ടിപ്പ് അധികം നടക്കുകയില്ല. ഈ കളവും വഞ്ചനയും അല്ലെങ്കിൽ ഒരു പശുവിൻ്റെയോ വിഷയത്തിലൊന്നും ഇനി കൂടുതൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധം വന്നിട്ടുണ്ട്. ഗോവയിൽ ഇപ്പം ആരാണ് അവരുടെ മുഖ്യമന്ത്രി? ഗോവയിൽ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ പർച്ചേസ് ചെയ്തു. അതുപോലെ മണിപ്പൂരിൽ, അങ്ങനെ നിരവധി സ്റ്റേറ്റുകളിൽ ഈ രാജ്യത്ത് ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാവരെയും പർച്ചേസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് BJP കാണിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ മാർക്സിസ്റ്റുകാരൻ സുഹൃത്തിനോട് സംസാരിക്കാനുള്ളത്, അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആരായിരുന്നു? ആദ്യം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി BJPക്ക് സംഭാവന ചെയ്ത ഈ കേന്ദ്രമന്ത്രിയാണ് അൽഫോൻസ് കണ്ണന്താനം. പുൽമേലുണ്ടായ ആക്രമണം ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞ് അത് ഉണ്ടാക്കിയതാണ്. ഒരു രാജ്യത്തെ 45 നമ്മുടെ ജവാന്മാർ മരിക്കുമ്പോൾ, ടെററിസം കൊണ്ട് മരിക്കുമ്പോൾ അത് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവർക്ക് മനസാക്ഷി ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് എന്ത് മനസാക്ഷിയാണുള്ളത്? ഈ 45 പേര് മരിച്ചു കഴിയുമ്പം അത് ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന എന്ത് മനസാക്ഷിയാണുള്ളത്? പിന്നെ മറുപടി പറഞ്ഞ ശേഷം അടുത്ത ചോദ്യമായിട്ട് വരും. അതെ, ഇത് കേൾക്കാനുള്ള ക്ഷമ ഇല്ല എങ്കിൽ ഞാൻ സംസാരിക്കത്തില്ല. ഇല്ല, ഇത് ശരിയല്ല. ഈ 5 വർഷം ഉണ്ടായത് കാശ്മീരിനല്ലാതെ എവിടെയാണ് ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായത്? ഈ 5 വർഷം ഒറ്റ സ്ഥലത്ത് പോലും കാശ്മീരിലല്ലാതെ 5 വർഷം, കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. മറുപടി പറയട്ടെ സാറേ, ഞാൻ മറുപടി പറയട്ടെ സാറേ. പിന്നെ ആദ്യമായിട്ട് കാശ്മീരിൽ ഉണ്ടായപ്പോൾ 2 പ്രാവശ്യവും ആ ടെററിസത്തിന്റെ എവിടെ ഉണ്ടായോ അവിടെ കയറി അവരെ അടിച്ചു. അതെപ്പോഴാ ഉണ്ടായിട്ടുണ്ട്? തെളിവ് മാഷെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന പക്ഷേ പറയുന്ന നിങ്ങളുടെ വീട്ടിൽ മറുപടി പറയുന്നുണ്ടല്ലോ, മറുപടി പറയാനുള്ള ക്ഷമ ഇല്ലെന്നുണ്ടെങ്കിൽ 2 യുദ്ധങ്ങൾ ജയിച്ച ഇന്ത്യയെ പിന്നെ പറയാം. 2000 വർഷം ഇന്ത്യ എന്താ കൊണ്ടുകൊണ്ടിരുന്നറിയാമോ? നമ്മള് ആരെയും അങ്ങോട്ട് ആക്രമിക്കത്തില്ല എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കഴിഞ്ഞ 2000 വർഷത്തിൽ ആദ്യമായിട്ട് ഇങ്ങോട്ടടിക്കാതെ
അങ്ങോട്ട് പോയി ഒരു രാജ്യത്തിന്റെ അകത്ത് കയറി അടിച്ച് അവനെ കൊന്നു. അറിയാമോ അത്? അറിയാമോ അത്? അതിന് നാഷണലിസ്റ്റ് ഗവൺമെന്റ് വേണം. പിന്നെ നിങ്ങളുടെ ജവാന്മാര് നിങ്ങളുടെ പട്ടാളക്കാര് നമ്മുടെ പട്ടാളക്കാര് അവിടെ പോയി കൊല്ലുന്ന തെളിവാണ്. എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? കള്ളം പറഞ്ഞ് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞത് പരത്തിയാല് തങ്ങളിൽ നടക്കില്ല. മാഷേ നടക്കില്ല. വർഷമായിട്ട് അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് It is not argue. The present government said the money. One minute, sir. The present government said the money will be brought from the Swiss bank, from the foreign country. From the foreign country. No. Where is the Swiss bank black money kept? No. Has the Swiss bank black money come? That was the promise. The promise was that Okay. Okay. After demonetization, in India will be reduced. Okay. Do you agree? That is what is been done. Then okay. What is the money? 29,000 crores. 29,000 crores which went to the bank is the black money. So I will tell one point you said. You told that after demonetization, so there is no money has been. No black money has been got from the country. ഈ കോൺഗ്രസ് നേതാവ് പറയട്ടെ, കേൾക്കൂ.